പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് പൈത്തോണിൻ്റെ പാത്ത് വിൻഡോസിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം CMD എടുക്കുക, കമാൻഡ് പ്രോ എടുക്കുക. അതിന് CMD എന്ന് വിൻഡോസിൽ അടിച്ചെടുക്കുക. അതിന് CMD എന്നടിച്ചു കൊടുത്തു. കമാൻഡ് പ്രോ ഓപ്പൺ ആക്കുകയാണ്. അതിനകത്ത് ഇവിടെ പൈത്തോൺ അടിച്ചു കൊടുക്കണം. കണ്ടോ, ഇവിടെ പൈത്തോൺ വാസ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റിൽ പൈത്തോൺ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് പൈത്തോൺ വരുത്തുവാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ വിൻഡോസ് കീ അമർത്തി ഇവിടെ എൻവിറോൺമെൻറ്റ് നോക്കുക. എൻവിറോൺമെൻറ്റ് ഇതിനകത്ത് ഓപ്പൺ കൊടുക്കുക. ഇതിനകത്ത് പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. എൻവിറോൺമെൻറ്റ് വേരിയബിൾസ്, ഇവിടെ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് ഇതിനകത്ത് പാത്ത് നോക്കുക. ഇവിടെ പൈത്തോണിൻ്റെ പാത്ത് സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കമാൻഡ് പ്രോംപ്റ്റിൽ പൈത്തോണിൻ്റെ വേർഷൻ വരാത്തത്. അപ്പോൾ ഇങ്ങോട്ട് പൈത്തോണിൻ്റെ പാത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ദിസ് PC-യിൽ C ഡ്രൈവിൽ യൂസേഴ്സിൽ ഈ കമ്പ്യൂട്ടർ പേര് എന്താണോ അത് തുറക്കുന്നു. അസ്യൂസ് നിങ്ങളുടേതാണ്, നിങ്ങളുടെ പേര് തുറക്കുക. പേരിലുള്ള ഫോൾഡർ തുറക്കുക. അസ്യൂസ് ഇതിനകത്ത് ആപ്പ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് തുറക്കേണ്ടത്. നോക്കുക, ഇതിനകത്ത് ആപ്പ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇതിനുള്ളിലില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് മെനു, ഇവിടെ പൈത്തോൺ എന്ന് കൊടുക്കുക. ഇതിനകത്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കുക. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് കൊടുക്കുന്നു. അപ്ഡേറ്റേക്കകത്തുനിന്ന് ലോക്കൽ കൊടുക്കുന്നു. ലോക്കലിൽ പ്രോഗ്രാംസ് കൊടുക്കുന്നു. അതിനകത്ത് പൈത്തോൺ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പൈത്തോൺ 3.12 എന്ന് പറഞ്ഞൊരെണ്ണം വന്നിട്ടുണ്ട്, അത് തുറക്കുന്നു. ഈ പാത്താണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഇത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മുമ്പേ തുറന്നു വെച്ച എൻവിറോൺമെൻറ്റിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നു, ഇവിടെ ന്യൂ കൊടുക്കുന്നു, ഇവിടെ Ctrl+V കൊടുക്കുകയാണ് ഞാൻ. പേസ്റ്റ് ചെയ്തു, ഓക്കെ കൊടുക്കുന്നു. ഇനി അടുത്ത ഒരു പാത്ത്, ഇതിനകത്ത് സ്ക്രിപ്റ്റ് തുറക്കുക. സ്ക്രിപ്റ്റ് തുറന്ന് ഈ പാത്തും കോപ്പി ചെയ്യുന്നു. ഈ പാത്തും കോപ്പി ചെയ്ത് Ctrl+C കൊടുത്ത് ഇവിടെ എൻവിറോൺമെൻറ്റിൽ നമ്മളവിടെ വീണ്ടും സേവ് ചെയ്യുന്നു. ന്യൂ കൊടുത്ത് Ctrl+V കൊടുത്ത് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇത് ഓക്കെ കൊടുത്ത് ഇത് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യണം ചെയ്യുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ മൊത്തം റീസ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് CMD തുറന്ന് നോക്കാം. കമാൻഡ് പ്രോ CMD എന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് ഇനി പൈത്തോണിന് അടിച്ചു കൊടുക്കുക. പൈത്തോൺ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വേർഷൻ വരുന്നതാണ്. പൈത്തോൺ 3.12.5 എന്നുള്ള വേർഷനാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഇതിനകത്ത് ഇനി പൈത്തോണിലാണ് കയറിയിരിക്കുന്നത്. ഇനി നമ്മൾ പൈത്തോണിൽ നമ്മൾ ആദ്യം പഠിച്ച പ്രോഗ്രാമുകൾ ചെയ്ത് നോക്കാം. 5+2 7 8+5 7 ഇങ്ങനെ കമാൻഡ് പ്രോയിൽ നമുക്കും പൈത്തോൺ റൺ ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.